നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെയധികം സന്തോഷകരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. കാരണം വളരെ കാലത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റാർട്ടർ തീറ്റയുടെ ഫോർമുലേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാർട്ടർ തീറ്റയെക്കുറിച്ച് എല്ലാവർക്കും വളരെ വലിയ സംശയമുണ്ട്. കാരണം ഈ സ്റ്റാർട്ടർ തീറ്റ എങ്ങനെയാണ് കൊടുക്കുക, എപ്പോഴാണ് കൊടുക്കുക, നിങ്ങൾ സ്റ്റാർട്ടർ തീറ്റ എപ്പോഴൊക്കെയാണ് കൊടുക്കുക? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ സമയത്താണ് സ്റ്റാർട്ടർ തീറ്റ കൊടുക്കുക. അതെല്ലാത്തരം ബ്രീഡിനാണെങ്കിലും, അത് ബ്രോയിലറിനാണെങ്കിലും കാടയ്ക്കാണെങ്കിലും കോഴിക്കാണെങ്കിലും എല്ലാം കൊടുക്കാൻ കഴിയുന്ന പാക്കറ്റ് തീറ്റയുടെ അത്രയും കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ഫോർമുലേഷൻ ആണ് അത് നമ്മുടെ വെറ്റിനറി സർവകലാശാലയിൽ ഫീഡ് ടെസ്റ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ സർട്ടിഫിക്കറ്റ്, ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു തീറ്റയുടെ ഫോർമുലേഷനാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാനൊരു ഗ്രോവറിൻ്റെ ഫോർമുലേഷൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നതും. അതുപോലെ തന്നെയാണ് നമുക്ക് കോഴികൾക്ക് ഗ്രോവർ കൊടുക്കുന്ന അതേ കണ്ടൻറ്റുകൾ, അതേ ഫോർമുലേഷൻ, അതേ വൈറ്റമിൻ, മിനറൽസ്, മറ്റ് കാർബോഹൈഡ്രേറ്റ്സ്, എല്ലാ കാര്യങ്ങളും, എല്ലാ ഫോർമുലേഷൻ്റെ A to Z കാര്യങ്ങൾ എല്ലാം അടങ്ങിയ ഒരു ഫോർമുലേഷൻ, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഗ്രോവർ തീറ്റയുടെ ഫോർമുലേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ ഫോർമുലേഷൻ അറിയാമല്ലോ, വളരെ ഏകദേശം 1.5 വർഷമായി ഞാൻ ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഈ ഫോർമുലേഷൻ്റെ ക്വാളിറ്റി, ആ ഫോർമുലേഷൻ വളരെയധികം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ഫോർമുലേഷൻ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരുപാട് നാൾ വെച്ചേക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഫോർമുലേഷൻ അല്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണക്കിയൊക്കെ സൂക്ഷിച്ച് നമുക്ക് പെല്ലറ്റ് രൂപത്തിലൊക്കെ ആക്കി കുറച്ച് നമുക്ക് ഇതാക്കാൻ കഴിയും. കുറച്ച് നമുക്കൊരു 10-15 ദിവസമൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കഴിയും. അല്ലാതെ ഇത് നമുക്ക് ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പാക്കറ്റ് തീറ്റ വെക്കുന്ന പോലെ അട്ടിയായിട്ട് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് മാർക്കറ്റ് ചെയ്യാമെന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. നമുക്കൊരു 15 ദിവസത്തേക്ക് ഫാമിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ഒരു സാധനം മാത്രം ഉണ്ടാക്കി നമുക്കത് കോഴികൾക്ക് കൊടുക്കാം. മുട്ടക്കോഴികൾക്ക് കൊടുക്കാൻ, മുട്ടയിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നടക്കുന്ന എന്തൊക്കെ പ്രോസസ്സുകളുണ്ടോ ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റുകളും വ്യക്തമായിട്ട് അടങ്ങിയ ഒരു ഫോർമുലേഷനാണ് ഈ ഗ്രോവർ തീറ്റയുടേത്. അപ്പോൾ ഈ ഗ്രോവർ തീറ്റ പരിപൂർണമായിട്ടും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓർഗാനിക് കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമുക്ക് നാട്ടിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ വീഡിയോ പരിപൂർണമായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റുകളും ഒക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൂർണ്ണമായിട്ടും കണ്ട് നിങ്ങളുടെ ഫാമിൽ പരീക്ഷിക്കാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചാനലിൻ്റെ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഫോർമുലേഷൻ വീഡിയോയിലേക്ക് കിടക്കാം.